എറണാകുളം അങ്കമാലി അതിരൂപതയിലെ പ്രശ്നങ്ങളിൽ സമവായം കണ്ടെത്താനുള്ള ചർച്ച പുരോഗമിക്കുന്നു. അതിരൂപത ബിഷപ്പ് ഹൌസിലെ ചർച്ചയ്ക്ക് ആർച്ച് ബിഷപ്പ് ജോസഫ് പാംപ്ലാനിയും എത്തിയിട്ടുണ്ട്. തലശ്ശേരിക്ക് പോയ ബിഷപ്പ് യാത്ര റദ്ദാക്കിയാണ് കൊച്ചിയിലേക്ക് തിരിച്ചത്. കൊച്ചി DCP അശ്വതി ജിജി, സെൻട്രൽ ACP ജയകുമാർ എന്നിവരും ബിഷപ്പ് ഹൌസിലുണ്ട്. നിതിൻ സേവ്യർ വിവരങ്ങൾ പങ്കുവയ്ക്കാൻ ചേരുന്നുണ്ട്. നിതിൻ, പോലീസിനെതിരെയും പ്രതിഷേധക്കാർ വലിയ വിമർശനങ്ങളൊക്കെ തന്നെ ഉന്നയിച്ചിരുന്നു. അശ്വതി ജിജിയും ജയകുമാർ അടക്കമുള്ളവർ ചർച്ചയിൽ ഉണ്ട് എന്ന് മനസ്സിലാക്കുകയാണ്. അത്തരത്തിൽ എല്ലാ രീതിയിലും സമവായത്തിലേക്ക് എത്തുക എന്ന ഒരു നീക്കത്തിലേക്കാണോ ഇപ്പോൾ കടക്കുന്നത്? തീർച്ചയായും സ്നേഹ, ഒരുപക്ഷെ ഒരു സമവായ സാധ്യത മുന്നിലുണ്ട്. പക്ഷേ അതെപ്പോഴും ഉറപ്പായി സമവായം ഉണ്ടാകുമെന്ന് പറയാനാവില്ല. അതായത് ഈ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ പ്രശ്നങ്ങൾ സങ്കീർണമായതിനെ തുടർന്നാണ് കഴിഞ്ഞ ദിവസമൊക്കെ നമ്മൾ കണ്ടതാണ് വലിയ പ്രതിഷേധം. അതിനെ തുടർന്ന് ഈ പ്രശ്നങ്ങൾ സങ്കീർണമായതിനെ തുടർന്നാണ് ഇപ്പോൾ ഈ കളക്ടറിൻ്റെ നേതൃത്വത്തിൽ ക്യാമ്പ് ഓഫീസിൽ വെച്ച് ഇന്ന് ചർച്ച നടന്നത്. ഫാദർ കുര്യാക്കോസ് മുണ്ടാടിൻ്റെ നേതൃത്വത്തിൽ അതിരൂപത സംരക്ഷണ സമിതി, ഒപ്പം തന്നെ ഫാദർ ജേക്കബ് പാലക്കിപ്പള്ളി ഔദ്യോഗിക വിഭാഗത്തിന് വേണ്ടിയും ഇവിടെ എത്തിയിരുന്നു. അപ്പോൾ ഏതായാലും ഈ ചർച്ച ശുഭപ്രതീക്ഷയാണ് നൽകുന്നതെന്നാണ് ഈ അല്ലെങ്കിൽ ഈ ചർച്ചയിൽ പങ്കെടുത്തവർ പറഞ്ഞത്. അതായത് നേരത്തെ ഉണ്ടായിരുന്ന അപ്പസ്തോലിക് അഡ്മിനിസ്ട്രേറ്റർ ബോസ്കോ പുത്തൂർ ഇവരുമായി ചർച്ചയ്ക്ക് പോലും തയ്യാറായിരുന്നില്ല. പക്ഷേ പുതിയതായി മേജർ ആർച്ച് ബിഷപ്പിൻ്റെ വികാരിയായി ചുമതല ഏറ്റെടുത്ത ജോസഫ് പാംപ്ലാനി ചർച്ചയ്ക്ക് തയ്യാറായത് ശുഭസൂചനയെന്നാണ് പറഞ്ഞത്. നേരത്തെ ഈ തലശ്ശേരിയിലേക്ക് തിരിച്ചു പോവുകയായിരുന്ന അദ്ദേഹം യാത്ര റദ്ദാക്കിയാണ് തിരികെ കൊച്ചിയിലേക്ക് വരുന്നത്. രാത്രി 10:30 തന്നെ ഇവരുമായി ചർച്ച നടത്താൻ തയ്യാറാകുകയായിരുന്നു. അല്പസമയത്തിന് മുമ്പാണ് ജോസഫ് പാംപ്ലാനി ബിഷപ്പ് ഹൗസിലേക്ക് എത്തിയത്. ഇപ്പം ഈ പ്രാർത്ഥനായജ്ഞം നടത്തുന്ന 21 വൈദികരും ഈ ബിഷപ്പ് ഹൗസിനുള്ളിലുണ്ട്. ഇവരുമായി ഇപ്പോൾ ചർച്ച നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നിലവിൽ സർക്കാർ പ്രതിനിധികളാരും ഈ ചർച്ചയിൽ പങ്കെടുക്കില്ല. കൊച്ചി DCP അശ്വതി ജിജിയും ACP ജയകുമാർ അടക്കമുള്ളവർ ഇവിടെ ഉണ്ടെങ്കിൽ ഇവരാരും ചർച്ചയിൽ പങ്കെടുക്കുന്നില്ല. സർക്കാർ പ്രതിനിധികൾ ചർച്ചയിൽ പങ്കെടുക്കില്ല. നേരത്തെ കളക്ടറും അത് തന്നെയാണ് പറഞ്ഞത്. ഇതൊരു ആഭ്യന്തര കാര്യമാണ്. അതുകൊണ്ട് ക്രമസമാധാന പ്രശ്നങ്ങൾ ഉണ്ടാകാതെ ഈ പ്രശ്നം പരിഹരിക്കുക എന്നത് അവരുടെ അല്ലെങ്കിൽ അങ്ങനെയാണ് ചെയ്യേണ്ടത്. അതുകൊണ്ട് ഈ മീറ്റിംഗിൽ ഇപ്പോൾ നടക്കുന്ന പത്രിക നടക്കുന്ന ഈ മീറ്റിംഗിൽ ഇപ്പോൾ ഈ അച്ഛന്മാരും പാംപ്ലാനിയും മാത്രമാണ്, അത് ജോസഫ് പാംപ്ലാനി മാത്രമാണ് ഉണ്ടാവുക. മറ്റ് ആരും തന്നെ ഇതിൽ ഉണ്ടാവില്ല. പക്ഷേ ഒരു മഞ്ഞൊരുക്കം അല്ലെങ്കിൽ ഒരു സമവായ ചർച്ച ഒരുപക്ഷെ ഉണ്ടായേക്കുമെന്നാണ് മനസ്സിലാകുന്നത്. അതല്ലെങ്കിൽ വലിയ ക്രമസമാധാന പ്രശ്നത്തിലേക്ക് പോകും. മറ്റൊരു ക്രമസമാധാന പ്രശ്നത്തിലേക്ക് പോകുന്നത് സർക്കാർ ആഗ്രഹിക്കുന്നില്ല എന്നാണ് കളക്ടർ പറഞ്ഞത്. അതുകൊണ്ട് തന്നെ വിഷയം രമ്യമായി ചർച്ച ചെയ്ത് പരിഹരിക്കണം. നേരത്തെ ഫാദർ കുര്യാക്കോസ് മുണ്ടാടിനും അത് തന്നെയാണ് പറഞ്ഞത്. ചർച്ചയിലൂടെ മാത്രമേ ഇത്തരം കാര്യങ്ങൾ പരിഹരിക്കാനാവൂ, അല്ലാതെ പരസ്പരം തർക്കിച്ചിട്ടോ അല്ലെങ്കിൽ ക്രമസമാധാന പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടോ കാര്യമില്ല എന്ന് തന്നെയാണ് അദ്ദേഹം പറഞ്ഞത്. അതുകൊണ്ട് തന്നെ ഒരുപക്ഷെ ഇന്നത്തെ ചർച്ചയിൽ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അല്ലെങ്കിൽ പ്രശ്നങ്ങൾ അവസാനിച്ചേക്കാമെന്നാണ് മനസ്സിലാകുന്നത്. പക്ഷേ നേരത്തെ ഈ 21 വൈദികർക്കെതിരെ കഴിഞ്ഞ ദിവസം കേസെടുത്തിരുന്നു, FIR ഇട്ട് കേസെടുത്തിരുന്നു. പക്ഷേ ഈ കേസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഈ ചർച്ചയിൽ വന്നില്ല എന്നാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാകുന്നത്. ഒപ്പം തന്നെ നേരത്തെ ഈ അതിരൂപത സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ വൈകിട്ട് 3 മണിക്ക് റാലിയും പൊതുസമ്മേളനമൊക്കെ നടന്നിരുന്നു. ഇതിൽ കോൺഗ്രസിനെതിരെയും സർക്കാരിനെതിരെയും വലിയ വിമർശനമായി നടന്നത്. TG വിനോദ്, ഹൈബീഡൻ അടക്കമുള്ളവർ എറണാകുളത്തുണ്ടായിട്ടും അവർക്ക് ഹൈബീഡന് മുട്ടുവിറയ്ക്കുന്നു, അല്ലെങ്കിൽ ഇവരാരും ഈ പ്രശ്നത്തിൽ ഇടപെടുന്നില്ല. ഉമാ തോമസ് കോൺഗ്രസ് പോലും വിചാരിക്കാത്ത വലിയ ഭൂരിപക്ഷത്തിൽ വിജയിച്ചത് അത് തങ്ങളുടെ കൂടെ പിന്തുണ കൊണ്ടാണെന്നാണ് അവർ പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇനി വിലപേശലടക്കമുള്ള കാര്യങ്ങളിലേക്ക് പോകുന്നു എന്നാണ് അവർ പറയുന്നത്. ഏതായാലും ഇപ്പോൾ ചർച്ച ആരംഭിച്ചിട്ടുണ്ട്. പക്ഷേ ഒരു ശുഭപ്രതീക്ഷ അല്ലെങ്കിൽ ഒരു നല്ല വാർത്ത പുറത്തു വരുമെന്ന് തന്നെയാണ് എല്ലാവരും പ്രതീക്ഷിക്കുന്നത്. സ്നേഹ.